ഇന്ത്യയുടെ നാടക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ നിർവഹിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കലാനിലയം. അവരുടെ രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം പ്രസിദ്ധമാണ്. അത് ഒരുപാട് വേദികളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഏതാണ്ട് 50 വർഷം, നൂറ്റാണ്ട് പിന്നിടുകയാണ് ഈ രക്തരക്ഷസ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ആ നായിക, രക്തരക്ഷസായി മാറുന്ന നമ്മുടെ നായികയാണ് എന്നോടൊപ്പം ഉള്ളത്. കാസർഗോഡ് സ്വദേശിനി അനഘ. നാട്ടുകാരെയൊക്കെ പേടിപ്പിച്ചോണ്ടിരിക്കുവാണല്ലോ. കുറച്ചൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നാട്ടുകാരൊന്നും അവരുടെ ഫേസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്? നമുക്ക് സ്റ്റേജിൽ ചില സമയങ്ങളിൽ ഓഡിയൻസിനെ കാണാൻ പറ്റും. ഫസ്റ്റ് ഷോയ്ക്ക് ലൈറ്റ് ഉണ്ടാവുമല്ലോ, അന്നേരം കാണാൻ പറ്റും. പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലല്ലോ. ശബ്ദങ്ങളൊക്കെ കേൾക്കാം, കുട്ടികളുടെ ബഹളവും ഒക്കെ കേൾക്കാൻ പറ്റും. ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഭയപ്പെടണ്ട, ഞാൻ യക്ഷപിശാചൊന്നുമല്ല. ഞാനൊരു ആപത്തിൽ പെട്ടുപോയി സർ. എൻ്റെ അമ്മേ, സാറ് ജോത്സ്യനാണോ? ഞാൻ പറയാതെ തന്നെ സാർ എല്ലാം മനസ്സിലാക്കി കളഞ്ഞു. ശരിയാണ്, ഓടാതെ എന്ത് ചെയ്യും? മാന്യന്മാരാണെന്ന് ലോകം അറിയപ്പെടുന്നവരുടെ പെരുമാറ്റം കഷ്ടമാണ്, ചെന്നായ്ക്കളെക്കാൾ കഷ്ടം. ഭയപ്പെടണ്ട, ഞാൻ യക്ഷപിശാചൊന്നുമല്ല. അശേഷം ഭയമില്ല. പിന്നെ യക്ഷനും പിശാചിനും വിശ്വസിക്കുന്നവരുമല്ല. ഞാനൊരു ആപത്തിൽ പെട്ടുപോയി സർ. പെട്ടുപോകും. കാണാൻ കൊള്ളാവുന്ന യുവതികൾ ഇങ്ങനെ രാത്രിയിൽ ഒറ്റക്കിറങ്ങി നടക്കരുത്. ഇതിൻ്റെ ഒരു കഥയൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നൊന്നുമില്ല. കാര്യം പുതിയ തലമുറ പലരും നമ്മുടെ രക്തരക്ഷസ് നാടകം ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയാണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. അതൊക്കെ മേലെയാണ് ഇവരുടെ പെർഫോമൻസ്. സ്റ്റേജിനകത്തുകൂടി ഈ പ്ലെയിൻ വരിക, കാറുകൾ കൊണ്ടുവരിക, അങ്ങനെ നിമിഷ നേരം കൊണ്ട് രംഗപടം തന്നെ മാറുക. അത് വളരെ അത്യാധുനികമായ രീതിയിൽ, അതും ഈ പറയുന്ന 7.1 എന്ന് പറയുന്ന ആ ഡോൾബി സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ ത്രസിപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട അനഘയുടെ ഈ അഭിനയം കൂടി ആവുമ്പോൾ ഗംഭീരമാകുന്നുണ്ട്. ഇതാ ഒരു സിനിമ കാണുന്നതിനേക്കാളും ഒരു ശരിക്കും നല്ലൊരു ഫീലിങ്സും ഒരു ഭയവും, നമുക്കൊരു പ്രത്യേകതയുള്ള ഇതിനോട് നാടകത്തെ നമ്മൾ അറിയാതെ പ്രണയിച്ചു പോകും. എന്റെ സാറേ, ഞാൻ പലരോടും പല പേരാ പറയാറ്. പിന്നെ സാറിന് വേണമെങ്കിൽ എന്നെ രുദ്രാണി എന്ന് വിളിച്ചു. രുദ്രാണി ഈ ഓണക്കാലമാണ്. എന്താണ് ഓണക്കാലത്ത് പറയാനുള്ളത്? വീട്ടിൽ വെറുതെ ഇരിക്കാതെ എല്ലാവരും വൈകുന്നേരം നാടകം കാണാൻ വരിക. ഇത് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ നാടകം കാണാൻ താല്പര്യം. അപ്പം എല്ലാവരും വരിക, നമ്മുടെ നാടകം കാണുക, വിജയിപ്പിക്കുക. ഓണാശംസകളാണ് നേർന്നത്. അതുകൊണ്ട് ഈ നാടകരംഗം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വരുന്ന കലാകാരന്മാരുടെ ഒരു വേദിയാണ്. അവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് ഓരോ മലയാളിയുടെയും, അല്ലെ കലയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.